two tangents to a parabola making angles theta 1 and theta 2 with the x-axis vary in such a way that tan theta 1 plus tan theta 2 is constant. Show that the locus of the point of intersection of the tangents is a straight line through the vertex. Y square equal to 4ax എന്നുള്ള പരാബോളയിലേക്കുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ y equal to mx plus a by m ആണ്. ടാൻജൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ x1 y1 ആണ് എന്ന് അസ്യൂം ചെയ്താൽ x1 y1 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഇസ് വി ഹാവ് y1 ഈക്വൽ ടു mx1 പ്ലസ് a by m. നമുക്ക് x1 y1 എന്നുള്ള പോയിന്റിൻ്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. y1 ഈക്വൽ ടു mx1 പ്ലസ് a by m എന്നുള്ള ഇക്വേഷനെ എമ്മിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റാൻ ഞാൻ ത്രൂ ഔട്ട് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഹാവ് y1m equal to x1m square plus a. That is x1m square minus y1m plus a equal to 0. This is a quadratic equation in m. ഇതിൻ്റെ രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നതാണ് ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ട്സ് m1ഉം m2ഉം ആണെങ്കിൽ ടാൻജൻസ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 1 തീറ്റ 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ട്സ് m1 ഈക്വൽ ടു ടാൻ തീറ്റ 1ഉം m2 ഈക്വൽ ടു ടാൻ തീറ്റ 2ഉം ആയിരിക്കും. m1 പ്ലസ് m2 ടാൻ തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ 2 ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ആ കോൺസ്റ്റൻ്റ് ഞാൻ k എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ m1 പ്ലസ് m2 ഈക്വൽ ടു k. പക്ഷേ m1ഉം m2ഉം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് m ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് m സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് y1 ബൈ x1 ഈക്വൽ ടു k വിച്ച് ഇംപ്ലൈസ് y1 ഈക്വൽ ടു k x1. Therefore, locus of the point x1 y1 is y equal to kx, which is a straight line which passes through the point 0 0. അതാണ് നമുക്ക് പ്രൂവ് വേണ്ടിയിരുന്നത്. ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ത്രൂ ദ വെർട്ടെക്സ്. വെർട്ടെക്സ് 0 0 എന്നുള്ള പോയിന്റ് ആണ്. ഫൈൻഡ് ദ ലോക്കസ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ടാൻജൻസ് to the parabola y square equal to 4ax which make complementary angles with the axis of the parabola. രണ്ട് ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആണ് എന്ന് പറയണമെങ്കിൽ അവരുടെ സം 90 ഡിഗ്രി ആയിരിക്കണം. അതായത് തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈക്വൽ ടു 90 ഡിഗ്രി. ദിസ് ഇംപ്ലൈസ് തീറ്റ 2 ഈക്വൽ ടു 90 മൈനസ് തീറ്റ 1. Therefore, tan തീറ്റ 2 ഈക്വൽ ടു tan 90 minus theta 1 equal to cot theta 1 equal to 1 by tan theta 1. Therefore, tan theta 1 into tan theta 2 equal to 1. ഇനി നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരുന്നു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ x1 y1 ആണെങ്കിൽ x1 and y1 must satisfy the quadratic equation x1m square minus y1m plus a equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആണ് m1ഉം m2ഉം എങ്കിൽ m1 ഈക്വൽ ടു ടാൻ തീറ്റ 1 ആൻഡ് m2 ഈക്വൽ ടു ടാൻ തീറ്റ 2. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് m1 m2 ഇസ് ഈക്വൽ ടു a ബൈ x1. പക്ഷേ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 1 ആണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ a ബൈ x1 ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു x1. ദാറ്റ് ഈസ് x1 മൈനസ് a ഈക്വൽ ടു 0. ദെർഫോർ ലോക്കസ് ഓഫ് ദ പോയിന്റ് x1 y1 is the straight line x minus a equal to 0. അടുത്ത question. Pairs of tangents are drawn to a parabola so that the sum of angles made by each pair with the x-axis is constant. Prove that the locus of their intersection is a straight line through the focus. x-axisമായി ഉണ്ടാക്കുന്ന ആംഗിൾസ് തീറ്റ 1ഉം തീറ്റ 2ഉം ആണെങ്കിൽ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. തീറ്റ 1 പ്ലസ് തീറ്റ 2 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടാൻ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഇസ് ഓൾസോ എ കോൺസ്റ്റൻ്റ് സേ k. x1 y1 ആണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എങ്കിൽ വാട്ട് വി നോ ഇസ് x1m സ്ക്വയർ മൈനസ് y1m പ്ലസ് a ഈക്വൽ ടു 0. m1ഉം m2ഉം ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എങ്കിൽ m1 ഈക്വൽ ടു ടാൻ തീറ്റ 1 ആൻഡ് m2 ഈക്വൽ ടു ടാൻ തീറ്റ 2 ആൻഡ് m1 പ്ലസ് m2 ഈക്വൽ ടു y1 ബൈ x1
and m1 into m2 equal to a by x1. Tan theta 1 plus theta 2 equal to k, which means tan theta 1 plus tan theta 2 divided by 1 minus tan theta 1 tan theta 2 equal to k. Tan theta 1 plus tan theta 2 എന്ന് പറഞ്ഞാൽ m1 plus m2 ആണ്. So y1 by x1 by 1 minus a by x1 equal to k. That is y1 by x1 divided by x1 minus a by x1 equal to k. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x1 ക്യാൻസൽ ചെയ്ത് പോവും. സോ y1 equal to k into x1 minus a. Therefore, the locus of the point x1 y1 is y equal to k into x minus a, which is a straight line that passes through the point a0. എക്സിന് നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു 0 കിട്ടും അല്ലേ. സോ a0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. a0 എന്ന് പറയുന്നത് പരാബോളയുടെ ഫോക്കസ് ആണ്. അപ്പം അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. ലോക്കസ് is a straight line which passes through the focus. അടുത്ത ക്വസ്റ്റ്യൻ, if two tangents to the parabola intersect on the lattice rectum produced, show that they will make with the axis of the parabola complementary angles. ലാറ്റിസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ആക്സസിനോട് പെർപെൻഡിക്കുലർ ആയ ലൈനാണ്. അതായത് എക്സ് ഈക്വൽ ടു എ എന്നുള്ള ലൈനാണ്. ഈ എക്സ് ഈക്വൽ ടു എ എന്നുള്ള ലൈനിലാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് കിടക്കുന്നത്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ x1 y1 ആണ് എങ്കിൽ x1 ഈക്വൽ ടു എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. x1 y1 എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടാൻജൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ x1 m square minus y1 m plus a equal to 0. But we know that x1 is equal to a. So a m square minus y1 m plus a equal to 0. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് m1 into m2 equal to a by a, that is 1. തീറ്റ 1ഉം തീറ്റ 2ഉം ആണ് അവർ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എങ്കിൽ tan theta 1 into tan theta 2 equal to 1, which implies tan theta 2 equal to 1 by tan theta 1. 1 by tan theta 1 is cot theta 1. Cot theta 1 can be written as tan 90 minus theta 1. So tan theta 2 is equal to tan 90 minus theta 1. Therefore, theta 2 equal to 90 minus theta 1, which implies theta 1 plus theta 2 equal to 90 degree. Therefore, the angles made with the x-axis are complementary angles.